ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇത്രയും നാളും +2 പോർഷൻസ് ബയോളജി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ +1 ബയോളജി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അലോട്ട്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബയോളജി, സയൻസ് ഗ്രൂപ്പ് ഒക്കെ വേണ്ടവരൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഞാനിവിടെ ഉണ്ട്, വിഷമിക്കേണ്ട. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചത്, എന്തായിരുന്നെന്ന് മറന്നുപോയി. മറന്നുപോയല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലിവിങ് വേൾഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ശരിക്കും ബയോളജീനെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ബയോളജീനെ രണ്ടായിട്ട് നമ്മൾ പറയാറുണ്ട്. അതായത് ബോട്ടണി, സുവോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടണി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സുവോളജി എന്ന് പറയുന്നത് അനിമൽസ്, അതുപോലെ ഹ്യൂമൻ ബീങ്, അങ്ങനത്തെ അനിമൽസിനകത്ത് ഹ്യൂമൻ ബീങ്സും പെടുന്നുണ്ട് കേട്ടോ. അനിമൽസിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് സുവോളജി. എന്നാൽ ഇത് രണ്ടിലും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. പ്ലാന്റ്സും അനിമൽസും ഒക്കെ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ബോട്ടണിയിലോട്ട് വിട്ടേക്കുകയാണ്. അത് നമ്മൾ പഠിക്കും ആരൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നമ്മുടെ ബയോളജിയിലെ. സുവോളജി ആൾക്കാരായിരിക്കും ഈ ചാപ്റ്റർ എടുക്കുന്നത് സ്കൂളിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തായിരുന്നാലും സിമ്പിളായിട്ട് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. ഈ സ്റ്റഡി നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ആ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ്. അപ്പോൾ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തോളൂ, എല്ലാവരും എടുത്തോളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. പൊതുവേ ബയോളജി സ്റ്റുഡൻസ്, ബയോളജി ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കാണ് ഒബ്സർവേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒബ്സർവേഷൻ ക്യാരക്ടർ കുറച്ചും കൂടി കൂടുതലെന്ന് പറയാം. കാരണം അവരെന്താണെന്ന് വെച്ചാൽ ഓരോ പ്ലാന്റ്സിനെ പറ്റി പഠിക്കാറുണ്ട്, അനിമൽസിനെ പറ്റി പഠിക്കാറുണ്ട്. അപ്പോൾ ഈ അനിമൽസിനെ കാണുമ്പോഴത്തേനും ഇവർ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്, അറ്റ്ലീസ്റ്റ് അവരുടെ സയന്റിഫിക് നെയിംസ് ഒക്കെ തന്നെ ആലോചിച്ച് വെക്കും കേട്ടോ. നിങ്ങളിപ്പോൾ സയന്റിഫിക് നെയിംസ് ഒക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് വെക്കും. അതുകൊണ്ട് പ്രൗഡ് ടു ബി എ ബയോളജി സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ലീവിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ലൈഫ്, അല്ലെങ്കിൽ എന്താണ് ജീവൻ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്താണ് ജീവൻ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഡെഫിനേഷൻ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമുക്ക് ജീവനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഇങ്ങനെ ദിസ് ഇസ് ദ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ ലൈഫിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കുറച്ച് പോയിന്റ്സുകൾ പറയാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഒരു പ്ലാന്റ്സിന്റെ കാര്യം എടുക്കാം. പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ജീവനുള്ള ഒരു വസ്തുവാണ്. പ്ലാന്റ്സിന് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്ലാന്റ്സിന് ചുറ്റുപാടും സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ ലൈഫിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള 5 പോയിന്റ്സുകളാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത്, സെക്കൻഡ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ, തേർഡ് എന്ന് പറയുന്നത് മെറ്റബോളിസം, ഫോർത്ത് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്, ഫിഫ്ത്ത് എന്ന് പറയുന്നത് സെല്ലുലാർ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു 5 പോയിന്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത് ലൈഫിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ, അല്ലെങ്കിൽ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നല്ല, ലൈഫിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് പഠിച്ചു പോകുമ്പോൾ പല പോയിന്റ്സും ലൈഫിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ല എന്ന് നമ്മൾ മാറ്റി പറയേണ്ടി വരും. അപ്പോൾ അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞേ? യെസ്, ഗ്രോത്ത് ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമുക്കറിയാന്നുള്ള കാര്യം എന്താണ്? എല്ലാ ജീവജാലങ്ങളും വളരുന്നുണ്ട്, അത് നമുക്കറിയാന്നുള്ള കാര്യം. ഒരു ഓർഗാനിസം ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതായത് എന്ത് കണ്ടിട്ടാണ് നമ്മൾ ആ ഓർഗാനിസം വളരുന്നുണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ മാസ്. അതായത് ഒന്നുകിൽ എന്ത് ചെയ്യണം, അതിന്റെ വലിപ്പം, മാസ് എന്ന് ഉദ്ദേശിച്ചത് വലിപ്പം ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ആ സെൽസിന്റെ നമ്പർ കൂടുക. അതായത് ഒന്നുകിൽ ഇൻഡിവിജ്വൽസ്, അതായത് അതിന്റെ റീപ്രൊഡക്ഷൻ നടന്നിട്ടുള്ള ഇൻഡിവിജ്വൽസ് കൂടുന്നു, നമ്പർ ഓഫ് സെൽസ് കൂടുന്നു. ഈ 2 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഗ്രോത്തിന്റെ
ഫീച്ചറായിട്ട്, രണ്ട് മെയിൻ ഫീച്ചറായിട്ട് പറയുന്നത്. അപ്പം നമുക്കറിയാം മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിക്കോട്ടെ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഓർഗാനിസംസ്. ഈ ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നമ്മൾ എല്ലാവരും മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? സെൽ ഡിവിഷൻ വെച്ചിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നല്ല, അത് വളരുന്നത്. ഒരു സെല്ല് 2 സെല്ലാകുന്നു, 2 സെല്ല് 4 സെല്ലാകുന്നു, അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിന്റെ കാര്യം എടുക്കാം. പ്ലാന്റ്സിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഉണ്ടാവും. അവർ ഒരു കാലത്തും അവരുടെ ഗ്രോത്ത് നിൽക്കുന്നില്ല, അവർ കണ്ടിന്യൂസ്ലി സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിമൽസ് ആണെങ്കിൽ അവരുടെ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സെർട്ടൈൻ ഏജ് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വളർച്ച കുറയുന്നു. അത് നമുക്കറിയാം. നമ്മളാണെങ്കിൽ തന്നെ ഇപ്പം എന്താ ആൾക്കാർ പറയത്തില്ലേ, ഇപ്പം ഹൈറ്റ് എന്ന് പറഞ്ഞു, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഹൈറ്റ് വെക്കുന്നു, പൊതുവെ ആൾക്കാർ പറയും 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് വരെ മാത്രമേ ഹൈറ്റ് വെക്കത്തുള്ളൂ, അത് കഴിയുമ്പോഴത്തേന് ഹൈറ്റ് വെക്കത്തില്ല എന്ന് പൊതുവെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ആണ് നമുക്ക് പറയാം. അപ്പോൾ അതും ഒരു സെർട്ടൺ ഏജ് വരെ മാത്രമേ അനിമൽസിലും കാണപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുന്നത് എങ്ങനെയാണെന്നും കൂടി പറയാനുണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുന്നത് ഇതുപോലെ തന്നെ സെൽ ഡിവിഷൻ ആണ്. ഇപ്പോൾ ബാക്ടീരിയ ആയിക്കോട്ടെ, ബാക്ടീരിയ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. പാരമീസിയം ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? സെല്ലിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവരും എന്ത് ചെയ്യാണ്? ഗ്രോത്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഗ്രോ ചെയ്യാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി ലിവിങ് ഓർഗാനിസംസ് എല്ലാം വളരുന്നുണ്ട്. എങ്ങനെയാണ്? സെൽ ഡിവിഷൻസ് വെച്ചിട്ട് വളരുന്നുണ്ട്. അതായത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ സെൽ മാസ് എന്നുള്ള 2 ക്യാരക്ടറിൽ ഏതെങ്കിലും വെച്ചിട്ട് തന്നെ എല്ലാ ലിവിങ് ഓർഗാനിസംസും വളരുന്നുണ്ട്. പക്ഷേ ഇനിയാണ് നമുക്കുള്ള വെല്ലുവിളി വരുന്നത്. നോൺ ലിവിങ് ഒബ്ജക്ട്സ് ഓൾസോ ഗ്രോ ഇഫ് വി ടേക്ക് ഇൻക്രീസ് ഇൻ ബോഡി മാസ് as the criterion for growth. ഈ സെന്റൻസ് നമുക്കിട്ടുള്ള പണിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നോൺ ലിവിങ് ഓർഗാനിസം അതായത് ജീവനില്ലാത്ത വസ്തുക്കളും ഇപ്പൊ മാസ് എന്ന് പറഞ്ഞ ഇൻക്രീസിന്റെ മാസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഗ്രോത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നോൺ ലിവിങ് ഓർഗാനിസംസും വളരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു മണൽക്കൂന എടുക്കാം. നമ്മൾ ഈ ഡെസേർട്ടിലൊക്കെ കാണുന്ന മണൽക്കൂന. ഈ മണൽക്കൂന എന്ന് പറയുന്നത് എന്താണ്? ഈ മണ്ണിങ്ങനെ കൂന് കൂട്ടി 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 ഒരു വലിയ കുമ്പാരമാകുന്നു അല്ലേ. അപ്പോ അതെന്താണ്? മാസം അവിടെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്രയായിരുന്ന ഒരു കൂന കുറച്ച് കഴിയുമ്പോഴത്തേനും കാറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ 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 വലുതായിട്ട് വരും അല്ലേ. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാസ് കൂടി അല്ലേ. അതുപോലെ തന്നെ മൗണ്ടൻസ് ആയിക്കോട്ടെ. മൗണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം അതിന്റെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെയും ഇപ്പോൾ കുറെ പാറക്കെട്ടുകൾ കൂടി 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 തന്നെ വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻക്രീസ് ഇൻ ദ മാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈറ്റീരിയ വെക്കുകയാണെങ്കിൽ നോൺ ലിവിങ് ഓർഗാനിസവും വളരുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മാറ്റുന്നു. എന്താണ് ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ഓക്കെ, ഗ്രോത്ത് നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെല്ലോ ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന പ്രോജനി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ റീപ്രൊഡക്ഷൻ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇനി പോകുന്ന ചാപ്റ്ററിലോട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ഈ റീപ്രൊഡക്ഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരൊക്കെയാണ് നേരത്തെ പറഞ്ഞത്? ബാക്ടീരിയ പറഞ്ഞു, അമീബ പറഞ്ഞു, പാരമീസിയം പറഞ്ഞു. ഈ പേരുകൾ ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് റീപ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ സെൽ ഗ്രോത്ത് ആണ്. കാര്യം അവർക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ, അതിനെ വെച്ചിട്ട് അവർ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല ഓർഗാനിസംസ് ഇതുപോലെ എടുക്കാം. അതിൽ ഓരോ ഓർഗാനിസത്തിനും ഓരോ ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം. ഫംഗൈ ഗ്രൂപ്പ്, ഫംഗസ് അറിയാലോ. ഇപ്പൊ എന്താ പറയാ, ബ്രെഡൊക്കെ മേടിച്ച് വെച്ചിട്ട് ബ്രെഡിനകത്തൊരു വൈറ്റ് സ്പോട്സുകളൊക്കെ നിങ്ങൾ കാണത്തില്ലേ? അത് തന്നെ ഫംഗസ്. അപ്പോൾ ഈ ഫംഗസ് ഒക്കെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? സ്പോർ ഫോം ചെയ്തിട്ടാണ്. അത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സ്പോർസ് ഫോം ചെയ്തിട്ടാണ് ഫംഗസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അവരുടെ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഹൈഡ്ര ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ, അവർക്ക് ബഡ്ഡിങ് എന്ന് പറയുന്നതാണ് അവരുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ്.
അതുപോലെ തന്നെ പ്ലനേറിയ, അതായത് ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്. അതായത് അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു പാർട്ട് മുറിഞ്ഞു പോകുന്നു, ആ മുറിഞ്ഞു പോയ പാർട്ട് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് വരുന്നു. അതാണ് അവരുടെ റീപ്രൊഡക്ഷൻ, അതായത് പ്ലനേറിയ, ഫ്ലാറ്റ്ഫോംസ്, ആ ഗ്രൂപ്പിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതിനനുസരിച്ചുള്ള ഒരു വെല്ലുവിളിയാണ്, അടുത്ത വെല്ലുവിളിയാണ്. നമ്മുടെ ഗ്രോത്തിന്റെ വെല്ലുവിളി കഴിഞ്ഞു, ഇനി റീപ്രൊഡക്ഷന്റെ ഒരു വെല്ലുവിളിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ there are many organisms which do not reproduce. Example, mules, sterile worker bees, infertile human couples. അതായത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. അതായത് മ്യൂൾ ഉണ്ട്. മ്യൂൾ എന്ന് പറയുന്നത് ഡോങ്കിയും അതുപോലെ തന്നെ ഹോഴ്സും കൂടി മേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് മ്യൂൾ എന്ന് പറയുന്നത്. മ്യൂൾ ആയിക്കോട്ടെ, അതുപോലെ വർക്കർ ബീസ്, അതായത് ബീസിന്റെ ഹണി ബീസിന്റെ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് ആൾക്കാരാണ് വർക്കർ ബീസ്, ജോലി ചെയ്യുന്ന ആൾക്കാരാണ് വർക്കർ ബീസ്. അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഇൻഫർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ട്, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെയും പ്രശ്നമായി. എന്താ, നോൺ ലിവിങ് ഓർഗാനിസത്തിൽ തന്നെ പലർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുകളില്ല. അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസുകൾ കൊണ്ടാണ്. ഈ സെൽസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ചെറിയ 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 കെമിക്കൽ മോളിക്യൂൾസുകൾ ചേർന്നിട്ടാണ് സെൽസുകൾ ഉണ്ടായിരിക്കുന്നത്. സെൽസിനകത്ത് തന്നെ പല കാര്യങ്ങളും മോളിക്യൂൾസ്, ചെറിയ ചെറിയ കെമിക്കൽസ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കെമിക്കൽസ് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ബോഡിക്കകത്ത് തന്നെ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം സംഭവങ്ങൾ തന്നെ ബാക്കിയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മൊത്തമായിട്ടുള്ള എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും കൂടി നമ്മൾ ചേർത്ത് പറയുന്ന ഒറ്റ പേരാണ് മെറ്റബോളിസം. അതായത് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് മെറ്റബോളിസം. അപ്പോൾ മെറ്റബോളിസത്തിനാണെങ്കിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആനബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. അപ്പോൾ ആനബോളിസം എന്ന് പറയുന്നത് പണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ നമുക്ക് പറഞ്ഞു തന്നതാണ് ആനബോളിസം എന്താണ്, കാറ്റബോളിസം എന്താണെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനേനെ ഓർക്കുക. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാകുന്നു, അതായത് നമുക്ക് പ്രോഡക്ട്സ് വലുതായിക്കൊണ്ടിരിക്കുന്നു, അതാണ് ആനബോളിസം. കാറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചേനെ ഓർക്കുക. പൂച്ച കുഞ്ഞല്ലേ, അവിടെ എന്താ വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. അതായത് ഇപ്പം ഫോട്ടോസിന്തസിസ് എടുക്കാം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ആ ചാപ്റ്റർ നമുക്ക് പ്രത്യേകം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഫുഡ് പ്രിപ്പയർ ചെയ്യില്ല, അതായത് ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലുതാകുന്നു എന്ന് ആലോചിക്കുക. ഉണ്ടാക്കുന്നു, അതായത് കുറെ സെൽസുകൾ അല്ലെങ്കിൽ കുറെ റിയാക്ഷൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ആനബോളിസം. അതുപോലെ തന്നെ കാറ്റബോളിസം എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ് റെസ്പിറേഷൻ. അതായത് എന്താ പറയുക, ഇപ്പോൾ ഓക്സിജൻ പോകുന്നു, അത് കഴിഞ്ഞതിന് ശേഷം സെൽസിനകത്ത് പോകുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു, അവിടെ ഒരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് റെസ്പിറേഷൻ ഒരു കാറ്റബോളിക് പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു ആനബോളിസം, കാറ്റബോളിസം എവിടെ മാത്രമേ നടക്കുന്നുള്ളൂ? പ്ലാന്റ്സിലും അനിമൽസിലും അതുപോലെ ലിവിങ് ഓർഗാനിസത്തിലും മാത്രമേ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് നമുക്ക് ഇനി പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെല്ലുലാർ ഓർഗനൈസേഷൻ. അപ്പോൾ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് അല്ലേ? അപ്പോൾ അതിൽ ഒരു പോർഷനാണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് പുറത്തു നിന്നൊരു ഫാക്ടർ നമ്മളെ വന്ന് പോക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ ചൊറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് റെസ്പോൺസ് എന്ന് പറയും. നമ്മുടെ പുറത്തു നിന്ന് വന്ന ഫാക്ടർ നമ്മൾ വന്നിട്ട് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പുറത്തു നിന്നുള്ള ഏത് ഫാക്ടറിനെ നമ്മൾ എന്ത് പറയും? സ്റ്റിമുലസ് എന്ന് പറയും. നമ്മൾ തിരിച്ചു കാണിക്കുന്ന റെസ്പോണ്ടിനെ നമ്മൾ എന്ത് പറയും? റെസ്പോൺസസ് എന്ന് പറയും. ഇത് ഓൾറെഡി നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ പുറത്തു നിന്നുള്ള ആ സ്റ്റിമുലസിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി, അതിനെയാണ് നമ്മൾ പറയുന്നത് കോൺഷ്യസ്നെസ്. അതായത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് സെൽഫ് കോൺഷ്യസ്നെസ്. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മള് ഇത്രയും ഹോൺ അടിക്കുന്ന എന്തിനൊന്നും മനസ്സിലാവണില്ലല്ലോ. നമ്മുടെ കൂടെ ഒരുപാട് വണ്ടികളൊന്നും പോകുന്നതല്ല, പക്ഷെ ഇത്രയും ഹോൺ അടിച്ച് പോകുന്നു. എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. ഇത് എന്തോ പന്തികേടുണ്ട്. അപ്പോൾ എന്താണ് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുവാണ്. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കൈ കൊണ്ടുവന്ന് അതിൽ തൊട്ടുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ടും പൊള്ളും അല്ലേ? പൊള്ളി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം കൈ വലിക്കും. എന്നുവെച്ചാൽ അതിൽ ആ മെഴുകുതിരിയിൽ നിന്ന് ആ ചൂട് കിട്ടി, ആ പെയിൻ കിട്ടി. അതാണ് നമ്മുടെ സ്റ്റിമുലസ്. നമ്മൾ കൈ വലിച്ചത് നമ്മുടെ റെസ്പോൺസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ്, അതായത് നമുക്ക് പുറത്തുള്ള എൻവയോൺമെന്റ് ആയിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കൈവലിച്ചത്. അപ്പോൾ ഈ സെൽഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാന്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും സൂര്യകാന്തി പൂ എടുക്കാം. സൂര്യകാന്തി പൂ നമുക്കറിയാം, സൂര്യൻ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തോട്ട് അതിന്റെ ചരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? അതിന് ലൈറ്റ് വേണം. ലൈറ്റ് കിട്ടുന്നതിലോട്ട് അത് ചരിഞ്ഞ് നിൽക്കുന്നു. ഏത് ഡയറക്ഷനിലാണോ കിട്ടുന്നത് ആ ഡയറക്ഷനിലോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ വാട്ടറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ പ്ലാന്റ്സ് തന്നെ അവരുടെ റൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടിട്ട് തോന്നുന്നില്ലേ എന്തോ പ്രശ്നമുള്ളതായിട്ട്? എന്തോ പ്രശ്നമുണ്ട്. അത് കണ്ട് ഈ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ വാട്ടർ ഏത് ഭാഗത്താണോ കൂടുതൽ കിട്ടുന്നത് അതിനനുസരിച്ച് ആ ഭാഗത്തോട്ടാണ് അവർ വളരുന്നത്. അവർക്കറിയാം അത് ഏത് ഭാഗത്തോട്ടാണ് അത് കിട്ടുക. ആ ഒരു ഭാഗത്തോട്ട് അവർ തന്നെ നീങ്ങി പോകുന്നു. അവരുടെ റൂട്ടിനെ വളർത്തിയെടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതാണ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് കോൺഷ്യസ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിലല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു പാറക്കെട്ടിനെ എടുത്തിട്ട് ഈ പാറക്കെട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ, വെള്ളം അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് പാറക്കെട്ട് അങ്ങോട്ട് നീങ്ങി പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ സെൽഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിന്റെ മാത്രമായിട്ടുള്ള ഡിഫൈനിങ് ക്യാരക്ടർ ആണ്, ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ഇത്രയുമാണ് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു മെയിൻ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് അടുത്തൊരു പാരഗ്രാഫ് ഉണ്ട്. അതിനകത്ത് നമുക്ക് പറയുന്നത്, അതിനകത്തുള്ള 2-3 സെന്റൻസുകൾ നിങ്ങൾ നോക്കി വെച്ചേക്കൂ. കാരണം അത് എൻട്രൻസിന് വരുന്ന കുറച്ച് സെന്റൻസ് ആണ്. കാരണം റൈറ്റ് ഓർ റോങ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ടിഷ്യൂസ് ആർ നോട്ട് പ്രസന്റ് ഇൻ properties of tissues are not present in the constituent cells but arise as a result of interaction among the constituent cells. അതായത് ഒരു ടിഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുകൾ കൂടി ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചറാണ് ടിഷ്യൂസ്. അപ്പൊ ഈ ടിഷ്യൂസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സെല്ലിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നില്ല. നമ്പർ ഓഫ് സെൽസിന്റെ ഇന്ററാക്ഷൻസ് വഴിയാണ് നമുക്ക് ടിഷ്യൂസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടർ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ് ആർ നോട്ട് പ്രസന്റ് ഇൻ മോളിക്കുലർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ഓർഗനൽ ബട്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ദ മോളിക്കുലർ കമ്പോണൻസ് കംപ്രൈസിങ് ദ ഓർഗനൽസ്. അതായത് സെല്ലുലാർ ഓർഗനൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒരു സെല്ലുലാർ ഓർഗൻസ് എന്ന് പറയുന്നത് റൈബോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അങ്ങനെ പല സെൽ ഓർഗനൽസ് ഉണ്ട്. അവരെന്ന് പറയുന്നത് ആ ഓർഗനിലുള്ള മോളിക്കുലർ കോൺസ്റ്റിറ്റ്യൂവൻസ് കാരണമല്ല അവരുടെ ക്യാരക്ടർ വരുന്നത്. പക്ഷേ അവരുടെ ക്യാരക്ടർ വരുന്നത് അതിനകത്തുള്ള ഈ മോളിക്യൂൾസിന്റെ ഇന്ററാക്ഷൻസ് വഴിയാണ് ശരിക്കും ഒരു സെൽ ഓർഗനലിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ്സിനെ തിരിച്ചു ചോദിക്കാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ട്രൂ ആയിട്ട് തരാറുണ്ട് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടും തരാറുണ്ട്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. Therefore we can say that living organisms are self-replicating, evolving, self-regulating, interactive system capable of responding to the external stimuli. കാരണം ഇത് ലൈഫിന്റെ ഡെഫിനിഷൻ ആയിട്ട് അവർ പറഞ്ഞതാണ്. എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു സെന്റൻസ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പോർഷൻ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്. അതാണ് നമ്മുടെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുകയാണ്, നമ്മളിപ്പോ എന്താ പറയാ ഒരു പാർക്കിൽ പോകുന്നു. ആ പാർക്കിൽ പോകുമ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ഇൻസെക്ട്സുകൾ ഉണ്ട്. അനിമൽസ് നിങ്ങൾക്ക് കാണാൻ ചാൻസ് കുറവായിരിക്കും അല്ലെ? മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് അനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ഇല്ല ഉണ്ട്. അതുപോലെ തന്നെ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ നമ്മൾ പോകണം, ഒരു വലിയ കാട്ടിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റും, ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സിനെ കാണാൻ പറ്റും, പല ജീവനുള്ള വസ്തുക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ അങ്ങനെ നമ്മുടെ ലോകത്തുള്ള എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. അപ്പോൾ ശരിക്കും നമ്മുടെ വേൾഡിൽ എത്ര സ്പീഷീസുകളുണ്ട്? സ്പീഷീസ് എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. തൽക്കാലത്തേക്ക് ഓർഗാനിസം ഒന്ന് ഓർത്ത് വെച്ചോളൂ അതിനെ.
അപ്പോൾ നമ്മുടെ ലോകത്ത് എത്ര സ്പീഷീസ് ഉണ്ടെന്നുള്ളതിന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ് കാൽക്കുലേഷൻ. അപ്പോൾ ആ ഒരു പോയിന്റ് എൻട്രൻസ് പോയിന്റ് ആണ്. അപ്പോൾ ദ ബയോഡൈവേഴ്സിറ്റി ഓർ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ ദ എർത്ത്. ഇത്രയുമാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്ലാന്റ്സ് കാണുന്നുണ്ട്. ഈ പ്ലാന്റ്സിനെ നമ്മുടെ നാട്ടിൽ ഒരു പേര് പറയുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു പേര് പറയുന്നു. അപ്പോൾ ഇനി ഞാൻ പറയട്ടെ, നമുക്കറിയാം നമ്മുടെ ലോകത്ത് ഒരുപാട് പ്ലാന്റ്സ് അനിമൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റിന് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു. തൊട്ടപ്പുറത്തെ നാട്ടിൽ ഈ പ്ലാന്റ് തന്നെ ഉണ്ട്, ആ പ്ലാന്റിന് നമ്മൾ അവര് വേറൊരു പേരിട്ടാണ് വിളിക്കുന്നത്. ഇത് തന്നെ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു ചെടീനെ വേറെ പേരിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ചെന്നിട്ട് നമ്മുടെ പ്ലാന്റിന്റെ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല അത് ഏത് പേരാണ്, അത് ഏത് ചെടിയാണെന്ന് പോലും മനസ്സിലാവത്തില്ല അല്ലേ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അതായത് ലോക്കൽ നെയിംസിൽ വിളിക്കുന്നത് കാരണം ഞാനിപ്പോൾ ഒരു ലോക്കൽ നെയിം എന്ന് പറയുമ്പോഴാണ് എനിക്കറിയത്തില്ല, ശരിയാണോന്ന് അറിയത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ചെടിയുണ്ട്, ആ ചെടി ഞാൻ കുഞ്ഞിലേ മുതൽ കേൾക്കുന്നതാണ്. ആ ചെടീനെ പൊതുവേ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ്. അതിന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അത് പറയൂ. അതിന്റെ സയന്റിഫിക് നെയിം അറിയുമെങ്കിൽ അതും പറയൂ കേട്ടോ. എനിക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. അപ്പോൾ ഇത് എനിക്കറിയാം, വേറെ സ്ഥലത്ത് ഇതിനെ അങ്ങനെ എല്ലാം തോന്നുന്നു പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിനെ ഇപ്പൊ നമ്മൾ കാണുകയാണ്, ആ പ്ലാന്റിന് ഇതുപോലെ ഒരു പേര് നമ്മൾ കൊടുക്കേണ്ടി വരും. എല്ലാവരും ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേര് കൊടുക്കേണ്ടി വരും, ഒരു സയന്റിഫിക് നെയിം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത്, ആ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ നമ്മൾ പേരിടൽ ആ ചടങ്ങിനെ പറയുന്ന പേരാണ് നോമൻക്ലേച്ചർ. അപ്പോൾ ഈ നോമൻക്ലേച്ചറിൽ എത്തുന്നതിന് മുൻപ് പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവസാന നോമൻക്ലേച്ചറിലോട്ട് എത്തുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യം തന്നെ നോമൻക്ലേച്ചർ ആണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ചെടീനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, അപ്പൊ ഈ ചെടിക്ക് ഒരു പേരിടണം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതിന്റെ പേര് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ചെടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കിയിട്ട് ഇത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ചെടിയാണല്ലോ, ഇത് കാണുമ്പം ഈ ചെടീനെ എന്നൊക്കെ നമ്മൾ ആലോചിക്കൂലേ ആദ്യം. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെടീനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പേരിടുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ആ ചെടീനെ കാണുമ്പോൾ ഇത് ഈ തരത്തിൽ വരുന്ന ഒരു ചെടിയാണെന്ന് തോന്നുന്നു എന്തെങ്കിലും നമ്മൾ ആ ചെടിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കൂലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോമൻക്ലേച്ചറിലോട്ട് ഞാൻ വരാം. ഫസ്റ്റ് നമുക്ക് ഓർഡറിൽ പോകാം, അല്ലാതെ ഇടയ്ക്കും തെറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ചെടീനെ കാണുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സെന്റൻസ് നോക്കുക. നോമൻക്ലേച്ചർ ഓർ നെയിമിംഗ് ഈസ് പോസിബിൾ വെൻ ദ ഓർഗാനിസം ഈസ് ഡിസ്ക്രൈബ്ഡ് കറക്ട്ലി ആൻഡ് വി നോ ടു വാട്ട് ഓർഗാനിസം ദ നെയിം ഈസ് അറ്റാച്ച്ഡ് ടു. ദിസ് ഈസ് ഐഡന്റിഫിക്കേഷൻ. അതായത് നമ്മൾ പേരിടുന്നതിന് മുൻപ് ഒരു ചെടീനെ കാണുന്നു, ഒരു അനിമലിനെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യുന്നത് മെയിനായിട്ടും നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐഡന്റിഫൈ ചെയ്തു ഇത് ഇന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലായി, ഇന്ന ആൾക്കാരിൽ പെട്ട ആളാണെന്ന് മനസ്സിലായി. അതായത് ആൾക്കാരെന്ന് വെച്ചാൽ മനുഷ്യന്മാരല്ല കേട്ടോ. ആ പ്ലാൻ ഗ്രൂപ്പ് ആണെങ്കിൽ പ്ലാനറ്റ് അതിലും അതുമായിട്ട് സാമ്യം കാണിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഓക്കെ, ഇപ്പോൾ ഒരു ചെടി കണ്ടു, അത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എന്താ പറയാ, ഒരു ചെമ്പരത്തി ചെടി കണ്ടു, ഒരു വേറൊരു ടൈപ്പിലുള്ള ഒരു കാണാൻ അതുപോലെയൊക്കെ ഇരിക്കുന്നു, ചെമ്പരത്തി പോലെയൊക്കെ ഇരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ആ ചെടീനെ കണ്ടു, അത് ഐഡന്റിഫിക്കേഷൻ. ഇതിനെ കണ്ടിട്ട് തോന്നി ഇത് ചെമ്പരത്തിനെ പോലെയാണ് ഇരിക്കുന്നത്, ചെമ്പരത്തി പൂവിനെ പോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് കാണുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ചെമ്പരത്തി പൂ. ഇപ്പൊ ഞാനിപ്പോൾ ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചെമ്പരത്തി പൂവിന്റെ പടം വന്നില്ലേ, അല്ലാതെ നിങ്ങൾ റോസാപ്പൂവിന്റെ പടമല്ലല്ലോ നിങ്ങൾക്ക് വന്നത്. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് കുറെ ക്യാരക്ടേഴ്സ് മനസ്സിലുണ്ടാകും ഇത് ചെമ്പരത്തി പൂവാണെന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ക്ലാസിഫൈ ചെയ്തു, തിരിച്ച് ചെമ്പരത്തി പൂവിന്റെ കാറ്റഗറിയിലകത്തോട്ട് കൊണ്ടുപോയി ഇട്ടു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പേജിലാണ്. അതായത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി ടു ഡിവൈസ് സം മീൻസ് ടു ടെക്സ്റ്റ്. ഓക്കെ Since it is nearly impossible to study all the living organism, it is necessary to devise some means to make this possible. This process is called classification. Classification is the process by which anything is grouped into convenient categories based on some easily observable characters.
മനസ്സിലായല്ലോ. നമുക്ക് പെട്ടെന്ന് ആ ചെമ്പരത്തിപ്പൂവിനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ചെമ്പരത്തിപ്പൂവിനല്ല സോറി, ആ പ്ലാന്റിനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ചെമ്പരത്തിപ്പൂവിനെ പോലെ ഏതാണ്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ചെടീനെ എടുത്ത് ചെമ്പരത്തിപ്പൂവിന്റെ ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്ന് ഇട്ടു. ഞാൻ ഇത് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഡോഗിനെ കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഇതൊരു ഡോഗാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഡോഗിന്റെ കാര്യം ഞാൻ പറയുന്നത്, ഡോഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡോഗിന്റെ ഒരു പിക്ചർ വരുന്നുണ്ട്, അല്ലാതെ ക്യാറ്റിന്റെ പിക്ചറല്ലല്ലോ വരുന്നത്. അപ്പോൾ അതാണ്. അപ്പം നമുക്ക് പല ക്യാരക്ടേഴ്സും ഉണ്ട് ഡോഗിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ വേണ്ടിയിട്ട്. ക്യാറ്റിന്റെ ആണെങ്കിൽ തന്നെ ക്യാറ്റിന് പല ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ക്യാറ്റിന്റെ ഗ്രൂപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന്. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വീറ്റിന്റെ അവരുടെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ വീറ്റ് ഡോഗ് പറഞ്ഞു, ക്യാറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ വീറ്റ് പറഞ്ഞു, റൈസ് പറഞ്ഞു, ഇതെല്ലാം എന്ന് പറയുന്നത് ഓരോ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്തു, ഈ കാറ്റഗറി എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയും, സയന്റിഫിക്കലി അതിനെ ടാക്സ എന്ന് പറയും. ഇപ്പൊ പ്ലാന്റ്സിന് ഒരു ടാക്സ എന്ന് പറയാം, അത് സിംഗുലർ ആണെങ്കിൽ ടാക്സ എന്ന് പറയും കേട്ടോ, ടാക്സ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അനിമൽസിന് നമുക്ക് ടാക്സ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയോ പ്ലാന്റ്സിനെ അനിമൽസിന് അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിനെ മാത്രം നമ്മൾ ടാക്സ എന്ന് പറയത്തൊന്നുമില്ല. ഡോഗ് എന്ന് പറയുന്ന ഒരു ടാക്സോണാണ്, ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സോണാണ്. അപ്പൊ നമ്മൾ സയന്റിഫിക്കലി ആ ക്ലാസിഫിക്കേഷന് നമ്മൾ ആ ഓരോ കാറ്റഗറീനെ നമ്മൾ പറയുന്ന ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു സയന്റിഫിക് വേർഡാണ് ടാക്സ. മനസ്സിലായല്ലോ? ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പേരിടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, നോമൻക്ലേച്ചർ ആണ് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും അനിമൽസിനും പേരിടുന്നത് ഒരു ചില റൂൾസുകളുണ്ട്. ആ റൂൾസിന്റെ ബേസിസിലാണ് നമ്മൾ പേരിടുന്നത്. അപ്പോൾ ഈ റൂൾസ് കൊടുക്കുന്നത് ആരാണ്, ICBN-ഉം ICEZN-ഉം ആണ്. അതായത് രണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ രണ്ട് വലിയ ഓർഗനൈസേഷൻസ് ആണ്. അതായത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ബോട്ടണി സുവോളജി എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച്. ഈ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് അവർ പ്ലാന്റ്സിനാണ് ഇടുന്നത് പേര്, അതുപോലെ തന്നെ സുവോളജിക്കൽ എന്ന് പറയുമ്പോൾ അവർ അനിമൽസിന് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഈ നോമൻക്ലേച്ചർ? അപ്പോൾ നമുക്ക് എന്താണ്, മൊത്തമായിട്ട് ആ പ്ലാന്റിനെ ലോകം മൊത്തം ഒരു പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ടുവന്നത്. അതായത് ഈസിലി നമുക്ക് ഇപ്പോൾ ഒരു സയന്റിഫിക് നെയിം കേട്ട് കഴിഞ്ഞാൽ ആ ഒരു പേര് ആ ഒറ്റ ആൾക്ക് മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒരാൾക്കും കാണത്തില്ല. അപ്പോൾ ആ ഒരു പേര് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ മുൻപ് അങ്ങനെയുള്ള ഒരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റും ആ പേര് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഫോളോ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരിന് നമ്മൾ ഈ കൊണ്ടുവരുന്ന ഈ സയന്റിഫിക് നെയിമിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, രണ്ട് പാർട്ടുകൾ ഉണ്ടെന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു പേരെടുക്കുകയാണ്, അതിൽ ഞാനിപ്പോൾ പറയാം, ഒരു പേര് എന്ന് പറയുന്നത് നെയിം, നിങ്ങളുടെ നെയിം എന്താണ് അതൊരു പാർട്ട്, ഇനിഷ്യൽ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് വേറൊരു പാർട്ട്. അങ്ങനെ രണ്ട് പാർട്ടുകൾ ഇവിടെയും ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനറിക് നെയിമും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിതെറ്റും ആണ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ്. ഈ പേരുകളൊന്ന് ഓർത്തു വെക്കുക, ഇത് ഓപ്ഷൻസിൽ നീറ്റിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേരുകൾ ചേർത്തിട്ടുള്ള ഒരു മൊത്തമായിട്ടുള്ളത് കാരണം നമ്മൾ അതിനെന്ത് പറയുന്നു, ബൈ മീൻസ് ടു, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പേരിടുന്നത് എങ്ങനെയാണ്, രണ്ട് കമ്പോണൻസ് ചേർത്തിട്ടുള്ള പേരായത് കാരണം നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ള സംഭവമേ കൊണ്ടുവന്നത് ഒരു സയന്റിസ്റ്റ് ആണ്, കോൾ ലീനിയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് നമുക്ക് ഈ സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു, അതിന് ചുമ്മാ നമുക്കൊരു പ്ലാനിനെ കണ്ടിട്ട് ചുമ്മാ ഒരു പേരങ്ങ് ഇടാൻ പറ്റത്തില്ല. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, എഴുതുന്നതിലും പറയുന്നതിലും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മെയിനായിട്ട് 4 റൂൾസുകളുണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ലോകം മൊത്തം യൂണിവേഴ്സലി ഫുൾ ആ റൂളാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. അതായത് ഈ നെയിംസുകളെല്ലാം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വേർഡ് എഴുതുമ്പോൾ ഇറ്റാലിക്സിലാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിന് തൊട്ട് മേലത്തെ കാണാൻ പറ്റും മാഞ്ചിഫറ ഇൻഡിക്ക. അതെന്ന് പറയുന്നത് മാംഗോന്റെ സയന്റിഫിക് നെയിം ആണ്. അത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാം, കാരണം ബാക്കിയുള്ള ലെറ്ററിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ലെറ്ററാണ് അതിലുള്ളത്, മാഞ്ചിഫറ ഇൻഡിക്സ്.
അപ്പോൾ ഇറ്റാലിക്സിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് റൂൾ. അപ്പോൾ ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ്സ് ജീനസ് വൈൽ ദ സെക്കൻഡ് കമ്പോണന്റ് ഡിനോട്ട്സ് ദ സ്പെസിഫിക് എപ്പിതെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ബൈനോമിയൽ നോമൻക്ലേച്ചറിനകത്ത് 2 കമ്പോണന്റ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജീനസ് നെയിമും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിതെറ്റുമാണ്. അതായത് മാഞ്ചിഫറ ഇൻഡിക്കയിലെ മാഞ്ചിഫറ എന്ന് പറയുന്നത് ജീനസ് നെയിമും എപ്പിതെറ്റ് ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിതെറ്റുമാണ്. അപ്പോൾ സ്പീഷ്യസ് നെയിമും ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റിങ് അവ. നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ബോത്ത് ദ വേർഡ്സ് ഇൻ എ ബയോളജിക്കൽ നെയിം വെൻ ഹാൻഡ് റിട്ടൺ ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് ദെയർ ലാറ്റിൻ ഒറിജിൻ. അതായത് നമ്മൾ ഈ പേര് എഴുതുമ്പോൾ, മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് എഴുതുമ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാഞ്ചിഫറയുടെ താഴെ ഒരു അണ്ടർലൈൻ ചെയ്യണം. താഴേന്ന് മാഞ്ചിഫറയ്ക്ക് ഒരു അണ്ടർലൈൻ കൊടുക്കണം, അതുപോലെ തന്നെ ഇൻഡിക്കയ്ക്ക് ഒരു അണ്ടർലൈൻ കൊടുക്കണം. സെപ്പറേറ്റ് ആയിട്ടുള്ള അണ്ടർലൈൻസുകൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ആ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ടെക്സ്റ്റിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ വൈൽ ദ സ്പെസിഫിക് എപ്പിതെറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ലെറ്റർ. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായി? മാഞ്ചിഫറ ഇൻഡിക്ക തന്നെ നോക്കിക്കോളൂ. ജനറിക് നെയിം, അതായത് ഫസ്റ്റ് ലെറ്റർ ജനറിക് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. നെക്സ്റ്റ് സ്പെസിഫിക് എപ്പിതെറ്റിന് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇപ്പൊ മാഞ്ചിഫറ ഇൻഡിക്കയിലെ എം ക്യാപിറ്റൽ ആണ്, ഐ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അത്രയുമാണ് 4 റൂൾസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു റൂളും കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതിയിട്ടില്ല, നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടുപിടിച്ച ആളിന്റെ പേര്, അത് എഴുതിയ ആളിന്റെ പേര് എന്ത് ചെയ്യണം? ഈ ഒരു വേർഡ് മാഞ്ചിഫറ ഇൻഡിക്ക കഴിഞ്ഞിട്ട് അത് എഴുതിയ ആളിന്റെ പേരും കൂടി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക, മാഞ്ചിഫറ ഇൻഡിക്ക ലിനിയസ് ആണ് ആ പേര് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് ആ ഓതറിന്റെ പേരും കൂടി അവർക്ക് സ്പെസിഫിക് എപ്പിതെറ്റ് കഴിഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതെന്ന് പറയുന്നത് വേറൊരു റൂൾ. പക്ഷെ അത് നമുക്ക് അത്രയായിട്ട് കൂട്ടണ്ട, നമുക്ക് 4 റൂൾസ് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ സംഭവം എന്ന് പറയുന്നത്? ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു, രണ്ടാമത് ക്ലാസിഫൈ ചെയ്തു, മൂന്നാമത് നോമൻക്ലേച്ചർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ടാക്സ പറഞ്ഞു, ഓരോ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ എന്തെന്ന് പറയും? ടാക്സ എന്ന് പറയും. അപ്പോൾ ഈ ടാക്സയുടെ നമ്മൾ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ അനലൈസ് ചെയ്തിട്ട് എല്ലാ ഓർഗാനിസത്തിനെയും പല ടാക്സയ്ക്കകത്ത് കൊണ്ടിടും. അപ്പോൾ ഈ മൊത്തമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെ പല ടാക്സയ്ക്കകത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇടുന്ന ആ ക്ലാസിഫിക്കേഷനെ നമ്മൾ എന്തോ പറയും? ടാക്സോണമി എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചോദ്യവും നമുക്കുണ്ട്. എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ന്യൂ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചു. ആ ന്യൂ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ്, ഇപ്പോൾ അവർ കണ്ടുപിടിച്ചു, പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരും വേറെ ഏതെങ്കിലും പ്ലാന്റ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വേറെ അനിമൽസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അവരുടെ റിലേഷൻഷിപ്സ് കൂടി നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ ബ്രാഞ്ച്, അതായത് അങ്ങനത്തെ സ്റ്റോറീസ് എല്ലാം ഡീൽ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ എന്ത് പറഞ്ഞു? സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു. അതായത് നമുക്ക് പണ്ട് മുതലേ അറിയാം, ഇപ്പൊ ഹ്യൂമൻ ബീങ്സും മങ്കീസും തമ്മിലുള്ള റിലേഷൻഷിപ്സ് നമ്മൾ പണ്ട് മുതലേ ഒരു ചോദ്യമായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ഒക്കെ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയ പുതിയ ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ്. അത് മെയിനായിട്ട് സിസ്റ്റമ നേച്ചർ എന്ന് പറയുന്ന ലിനിയസിന്റെ ബുക്കിനകത്താണ് ഇത് മെൻഷൻ ചെയ്യുന്നത്, സിസ്റ്റമ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് takes into account evolutionary relationship between organisms. അതായത് പല ഓർഗാനിസത്തിന്റെയും അവരുടെ പൂർവിക ബന്ധങ്ങൾ തമ്മിൽ അനലൈസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തുടങ്ങിയ സംഭവമാണ്, ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഡൗട്ട് വരാൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കണ്ട. സോറി, നിങ്ങൾ ഫസ്റ്റ് ആയിട്ടായിരിക്കും എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാനൽ, ഈ വീഡിയോയുടെ കമൻറ്റ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ഇതിനകത്ത് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, ഷുവറായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് യുവർ ക്വാറന്റൈൻ ടീച്ചർ, ഇൻസ്റ്റാഗ്രാം യുവർ ക്വാറന്റൈൻ ടീച്ചർ, ഇതിലേത് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.